Good morning dear students. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ട് 1 വീഡിയോയിൽ കുറച്ചധികം ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്റർ 3rd ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് വളരെ നല്ല ഒരു ശതമാനം മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. അതിനെ 3 വീഡിയോ ആക്കിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 വീഡിയോയാണ് ഇന്ന് പറയുന്നത്. ജസ്റ്റ് 2 ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇ വേസ്റ്റ് ആൻഡ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. എന്താണ് ഇ വേസ്റ്റ്? ഇലക്ട്രോണിക് വേസ്റ്റ്, അതാണ് ഇ വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് ആർ ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് ഇ വേസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് 4 മെത്തേഡ്സ് ഉണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ 4 മെത്തേഡ്സ്. ഒന്നാമത്തത് റീയൂസ്. റീയൂസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുക. സെക്കൻഡ് ഹാൻഡ് യൂസ് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടാമത്തെ മെത്തേഡ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഇൻസിനറേറ്റേഴ്സിൽ ഈ വേസ്റ്റിനെ നമ്മൾ കത്തിക്കും, ബേൺ ചെയ്യും. അതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്നാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിച്ചെറിയുന്നതിന് പകരം അതിൽ നിന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് റീസൈക്ലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. നാലാമത്തെ മെത്തേഡ് ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചു മൂടുക, മണ്ണിൽ ഇത് കുഴിച്ചു മൂടുക. ഇങ്ങനെ 4 മെത്തേഡ്സാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുന്നതിന് പകരം നമുക്കതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഈ 4 റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ് ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. ഇനി കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഈ വേസ്റ്റ് ആവുന്നുണ്ട്, അത് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. എങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ്. പ്രകൃതി സൗഹാർദ്ദപരമായ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള പഠനവും ഉപയോഗവുമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയായി എങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും? ഈ 2 ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ 4 4 ഓപ്ഷൻസ് ഉണ്ട്. 1 ഗ്രീൻ ഡിസൈൻ, 2 ഗ്രീൻ മാനുഫാക്ചറിങ്, 3 ഗ്രീൻ യൂസ് ആൻഡ് ഗ്രീൻ ഡിസ്പോസൽ. ഡിസൈൻ ചെയ്യുമ്പോൾ അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യുക, മാനുഫാക്ചറിങ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യുക, യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നതും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യുക. അതാണ് 4 അപ്രോച്ചസ്. അതായത് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, അതായത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള 4 അപ്രോച്ചസ് എന്തൊക്കെയാണ്? ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ് ആൻഡ് ഗ്രീൻ ഡിസ്പോസൽ. വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്, പക്ഷേ ഇതിൽ ഷുവർ ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. താങ്ക് യു.